ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടേസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ലഡുവിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ റവ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് എണ്ണപ്പലഹാരമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാത്രമല്ല നമ്മുടെ റവ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. റവയും നെയ്യും അതേപോലെ തന്നെ ശർക്കരയാണ് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത്. 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം മധുരമൊക്കെ പാകത്തിനായിരിക്കും. നല്ല മധുരമുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 3 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ 3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒരുപാടൊന്നും വേണ്ട. 1.5 കപ്പ് ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ 3 കപ്പ്, ഇനി 1 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇതിപ്പോൾ നൂൽക്കമ്പി പരുവാകാനൊന്നും നിൽക്കണ്ട. ശരിക്കും ഇങ്ങ് തിളച്ച് നന്നായിട്ടൊന്ന് അലന്ന് വന്നാൽ മാത്രം മതിയാവും. കണ്ടോ, ശരിക്കും ആ കട്ടകളൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് അലന്ന് വന്നിട്ടുണ്ട്. ശർക്കര ശരിക്കും നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ശർക്കരയുടെ ആ തീ ചൂടുണ്ടല്ലോ, അതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് തീരെ തണുത്തൊന്നും പോകണ്ട, ഒരു ചെറിയ ചൂട് അതുപോലെ അത് നിർത്താം. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ തീ ചൂടുന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നെയ്യ് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണമെന്നില്ല, 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതിയാവും. നെയ്ക്ക് പകരം ഓയിലൊന്നും ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ഇതാ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാഷ്നട്ടും മുന്തിരി അതേപോലെ തന്നെ ബദാം, പിസ്ത അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സമയം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കങ്ങ് എടുക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിന് അങ്ങനെ കറക്റ്റായിട്ട് കണക്കൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അത്രയേ ഉള്ളൂ. ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ ഇങ്ങ് എടുത്ത് മാറ്റുവാണ്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മതിയാവും. അങ്ങനെ നമ്മുടെ കാഷ്നട്ടും അതേപോലെ മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി വന്ന അതേ നെയ്യിലേക്ക് 1 കപ്പ് നമ്മുടെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് റവ ചേർത്ത് നല്ല പോലെ തന്നെ ഈ നെയ്യിൽ കിടന്നുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നെയ്യിൽ കിടന്നുകൊണ്ട് ആ റവ അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ ലഡുവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പച്ചച്ചുവ ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് റവയൊന്ന് ചൂടായി വരുന്നത് വരെ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുക. നന്നായിട്ട് ചൂടായി വന്ന റവയിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ തേങ്ങ ചിരകിയത് എടുക്കുമ്പോൾ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നിറയൊന്നും വേണ്ട. ഏകദേശം ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് അത്രയും മതിയാവും. ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. റവയുടെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തേങ്ങയും റവയും ആ നെയ്യ് കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതേപോലെ അരിപ്പയിലൂടെ അരിച്ച് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ മുഴുവൻ ഒഴിക്കേണ്ട, ഏകദേശം ഒരു പകുതി മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. നമ്മളിപ്പോൾ പകുതി ശർക്കരപ്പാനി ഒഴിച്ച് റവ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ശർക്കരപ്പാനിയും കൂടി മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ശരിക്കും ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഗ്യാസ് നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ച് നല്ല പോലെ തന്നെ ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് കട്ടകളൊക്കെ അലിയിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഏലക്കയും അതേപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ച് കട്ടകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ആ കാര്യം മറന്നു പോകരുത്, എന്നാലാണ് പെട്ടെന്ന് റെഡി ആയിട്ട് വരുള്ളൂ.
നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയൊക്കെ ഈ സമയം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈയെടുക്കാതെ നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ശരിക്കും പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ വേണോ, 1 ടീസ്പൂൺ വേണോ, 1 ടേബിൾ സ്പൂൺ വേണോ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നെയ്യ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കുക. ഇത് നന്നായിട്ട് ആയതിനു ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലേക്കും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലേക്കും മാറ്റി കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലെടുത്ത് ഷേപ്പാക്കാൻ പറ്റാവുന്ന ഒരു പരുവുണ്ടല്ലോ, അതാണ് കറക്റ്റായിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങ് വിട്ടു പോകുന്നോളും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിൻ്റെ തീ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ വലിയൊരു തീ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. എന്നിട്ട് തീരെ തണുത്തൊന്നും പോയിട്ടില്ല. നമ്മുടെ കയ്യിലെടുത്ത് ഷേപ്പാക്കാൻ പറ്റാവുന്ന ഒരു ചൂട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇതിങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കറക്റ്റ് ഒരു ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഇങ്ങ് ഉരുട്ടി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഉരുട്ടാനായിട്ട്, എന്നാൽ മാത്രമാണ് വിട്ടു പോകാതെ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ കണ്ടോ, നല്ല നെയ്യൊക്കെ പറ്റിയതുകൊണ്ട് തന്നെ കയ്യിലൊട്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല ഗ്ലേസിങ്ങോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു കുട്ടി ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ചെറു ചൂടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ ലഡുവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മിക്സ് ഒന്ന് നോക്കി പരുവം നോക്കിയിട്ട് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, നല്ല അടിപൊളിയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. റവയും നമ്മുടെ ശർക്കരയും നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് റെസിപ്പികളിലൊന്നാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റി ആവുമെന്ന്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണ പലഹാരമൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് റവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന റെസിപ്പികളിലൊന്നാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ. അങ്ങനെ ദാ 1 കപ്പ് റവ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല, 1-2 ദിവസം അത്ര മാത്രമേ ഇരിക്കുകയുള്ളൂ കേട്ടോ. ആ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.